എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞേ ഞാൻ ബിസിനസ് തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, ആ ബിസിനസ്സിൻ്റെ ഒരു പ്ലാൻ എന്നെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ നിങ്ങൾ ബിസിനസ് തുടങ്ങണം? എൻ്റെ മുതലാളി എന്നെ ചീത്ത പറഞ്ഞു, ഇനി അവൻ്റെ കീഴിലൊന്നും എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഇതിനോട് പറഞ്ഞു നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം, പക്ഷേ ബിസിനസ് തുടങ്ങുന്നത് തെറ്റില്ല, ബിസിനസ് തുടങ്ങുന്നത് നല്ലതാണ്. കാരണം ഒരു ബിസിനസ് വിജയിച്ചാൽ നിങ്ങൾ സങ്കല്പിക്കുന്നതിനപ്പുറം ഉയരത്തിൽ നിങ്ങളെത്തും. എന്നാൽ ആ ബിസിനസ് പരാജയപ്പെട്ടാലോ നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ സമ്പത്ത് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു പ്ലാനിങ് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി വേണോ അല്ലേ? വേണം. കാരണം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്, ഇതിനൊരു പ്ലാനിങ് വേണ്ടേ? അപ്പോൾ നിങ്ങൾ എവിടെ പോകുന്നു? എന്താ കാരണം എന്നറിയോ? ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുമ്പോഴാണ് ആ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നും എങ്ങനെയാണ് പോകുന്നതെന്നും ആ വഴി ഏതാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ആ വഴിയെക്കുറിച്ച്, പോകുന്ന സ്ഥലത്തിനെക്കുറിച്ച് വ്യക്തതയുണ്ടാവുക. ഇനി അങ്ങനെ ആ പോകുന്ന വഴിയെക്കുറിച്ചും പോകുന്ന സ്ഥലത്തിനെക്കുറിച്ചും പോകുന്ന മാർഗങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തത വരുമ്പോൾ എന്താ സംഭവിക്കുക? കോൺഫിഡൻസ് ഉണ്ടാകും. ക്ലാരിറ്റി കോൺഫിഡൻസ് ഉണ്ടാക്കും, കോൺഫിഡൻസ് വിജയം തരും. അതല്ലേ യാഥാർത്ഥ്യം? അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ ഒരു ബിസിനസ് പ്ലാൻ വേണം എന്നാണ്. എറണാകുളത്ത് നിൽക്കുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്ത് പോകണം. തിരുവനന്തപുരത്ത് പോകുമ്പോൾ എപ്പോൾ ചേർത്തലയെത്തും, എപ്പോൾ ആലപ്പുഴയിലെത്തും, ചേർത്തലയെത്താൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ വേണം, ആലപ്പുഴയിൽ പോകുന്ന വാഹനം എന്താണ്, എന്തൊക്കെ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇത് പോകുന്നത്, ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി വരുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. അതുപോലെ വളരെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്ത് ഒരു ബിസിനസ്, ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ചെയ്യാവും. അപ്പോൾ ബിസിനസ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന ചോദ്യത്തിന് ബിസിനസ് പ്ലാൻ ഒരു 10-60 പേജ് ഉണ്ടാക്കണം, അതിനൊരു എക്സ്പേർട്ട് വേണം. ഞാൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിസിനസ് തുടങ്ങുന്ന നിങ്ങൾക്ക് തന്നെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാൻ കഴിയും, വളരെ സിമ്പിളായി. കാരണം നിങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കി തരുന്ന ആൾക്കല്ല ക്ലാരിറ്റി വേണ്ടത്, നിങ്ങൾക്കാണ് ക്ലാരിറ്റി വേണ്ടത്. കാരണം നിങ്ങളാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങുന്ന നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവാൻ ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഒരു ബിസിനസ് പ്ലാനിൻ്റെ 12 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അത് നീട്ടി വലിച്ച് 50-60 പേജൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 1-1.5 പേജിൽ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഏതൊരാൾക്കും ഇതുണ്ടാക്കാൻ കഴിയും. അങ്ങനെ 12 ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഈ 12 ഭാഗങ്ങളും നിങ്ങൾക്ക് ബോധ്യം വരുമ്പോഴാണ് നിങ്ങൾ ഈ ബിസിനസ് നടത്താൻ പാകപ്പെട്ടവനാകുന്നത്. ഇതിനെക്കുറിച്ച് ധാരണയുള്ളപ്പോഴാണ് ഈ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി ഒരു കാര്യം, നിങ്ങൾക്ക് മാത്രമല്ല, ഈ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ എവിടെയെങ്കിലും ലോൺ എടുക്കാൻ പോകുന്നു, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്ററെ കാണുന്നു, അയാൾക്ക് ബോധ്യം വരണ്ടേ ഈ ബിസിനസ് എന്താണെന്ന്? ഈ ബിസിനസ് എന്താണെന്ന് അയാൾക്ക് അറിയണ്ടേ? അതിന് ബിസിനസ് പ്ലാൻ സഹായകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു ബിസിനസ് പ്ലാൻ സിമ്പിളായി, ആർക്കും മനസ്സിലാകുന്ന, കൃത്യമായി വിശദീകരിക്കുന്ന 12 ഭാഗങ്ങളുള്ള ഒരു ബിസിനസ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്ത് നിങ്ങൾക്ക് NumberOne അക്കാഡമിയുടെ ഒരു സംഭാവനയാണ് എങ്ങനെയാണ് ഒരു ബിസിനസ് പ്ലാൻ കൃത്യമായി ഉണ്ടാക്കാൻ കഴിയുക എന്ന് എക്സാമ്പിൾ സഹിതം ഒരു മോഡൽ, ഒരു സാമ്പിൾ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി കാണിച്ചുകൊണ്ട് ഈ കോഴ്സിൽ വിശദീകരിക്കുന്നു. വരൂ, പഠിക്കൂ, ക്ലാരിറ്റി ഉണ്ടാക്കൂ, ജീവിതത്തിൽ വിജയിക്കൂ. താങ്ക് യു സോ മച്ച്.